രമണി രമണി എടി രമണി എന്തോ ഈ കിടന്ന് രമണി രമണി എന്ന് വിളിക്കുന്നേ? ഞാൻ തോന്നുന്നില്ലല്ലോ, അടുക്കള നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലയോ? എന്തോ ഇപ്പൊ വിളിച്ചേ? എടി നമ്മുടെ മക്കൾ എന്തി? മക്കളെവിടെ പറയണെങ്കിൽ മക്കൾ ഇരിക്കുന്നിടത്ത് പോയി നോക്ക്. അടുക്കളയിൽ എനിക്ക് അങ്ങനെ അറിയാം. എടി നിനക്ക് ഞാൻ ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. മക്കളെ അച്ഛൻ വിളിക്കുന്നേ കേട്ട് കാണത്തില്ല, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ചേട്ടാ നമ്മുടെ മക്കൾ വന്നേക്കുന്ന. മോളെ കേറിയിക്ക്, കേറിക്കടാ അവേ കേറിയിക്ക്. അച്ഛാ എന്തിനാ വിളിപ്പിച്ചേ? മോളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ കുറച്ച് തുണി എടുത്ത് അത് തരാൻ വേണ്ടി വിളിപ്പിച്ചതാ. ഓണം കഴിഞ്ഞപ്പോഴാണോ അച്ഛൻ ഓണക്കോടിയും കൊണ്ട് വരുന്നത്? ആര് പറഞ്ഞത് ഓണക്കോടിയാന്ന്? നിങ്ങൾക്ക് ഓണത്തിന് തുണി എടുക്കാൻ വേണ്ടി ഞാൻ പൈസ തന്നില്ലയോ? പൈസയോ? ആര് തന്നു? എടി പിള്ളേർക്ക് തുണി എടുത്തു കൊടുക്കാൻ ഞാൻ ഓണത്തിന് 6000 രൂപ തന്നായിരുന്നല്ലോ. 6000 രൂപയോ? അതമ്മേ അച്ഛാ, അതിനകത്തൊന്നും 1 രൂപയുടെ തുണി പോലും ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. ഇല്ലയോ? എന്താടി പിള്ളേർക്ക് തുണി എടുത്തു കൊടുക്കാൻ? എന്തിനാ വാങ്ങിച്ചു കൊടുക്കുന്നേ? ഇവക്ക് അന്ന് ഒരു അലമാര നിറച്ച തുണിയാ. ഇവരത് ഇടാത്ത കുറെ തുണിയുണ്ട്. എന്നിട്ട് ഇതിന്റെ പുറത്തെന്തിന്റെ തുണി മേടിച്ചു കൊടുക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചു കൊടുക്കാത്തത്. അപ്പൊ ആ പൈസ എന്ത്? ആ പൈസക്ക് ഞാൻ കുറച്ച് തുണി എടുത്ത്. 6000 രൂപയ്ക്കോ? 6000 രൂപയ്ക്കൊന്നുമില്ല. 2000 രൂപയുടെ 2 സാരിയും 200 രൂപയുടെ 5 നൈറ്റിയും. 5000 രൂപയുടെ തുണിയോ? എടാ നിനക്കൊന്നും പറയാനില്ല, അല്ലാതെ നിനക്ക് 100 നാവാനല്ലോ. ഞാൻ എന്തോ പറയാനാ? പെറ്റ തള തുണി എടുത്തതിന് കണക്ക് പറയണോ? എന്തോ അടി എന്തുള്ള ഇത്? മോനെ അപ്പച്ചട്ടി. അപ്പച്ചട്ടിയോ? നിങ്ങൾക്ക് അപ്പച്ചട്ടി മേടിക്കാൻ പൈസ ഉണ്ട്. ഞാൻ ഒരു 1500 രൂപ ഹെഡ്സെറ്റ് മേടിക്കാൻ നിങ്ങളുടെ പൈസ ഇല്ല ഇല്ലയോ? ബബ്ബല്ല, ഇന്ന് എനിക്ക് ഹെഡ്സെറ്റ് മേടിക്കാൻ പൈസ തന്നില്ലെങ്കിൽ ഈ അപ്പച്ചട്ടി കുപ്പച്ചട്ടി കാണും. തള്ള പൈസ എടുക്ക്, പൈസ എടുക്ക് തള്ളേ. അത് പോട്ടെ. എന്നാ നിനക്കൊരു സാരി, എന്നാടാ നിനക്കൊരു ഷർട്ട്, എന്നാ മോളെ നിനക്കൊരു ചുരിദാറ്. അപ്പൊ അച്ഛനൊന്നും വാങ്ങിച്ചില്ലയോ? മോളെ അച്ഛൻ എന്തിനാടി? ഇഷ്ടം പോലെ ഷർട്ട് ഇരിക്കുമല്ലോ. അതുകൊണ്ട് വരുന്ന വഴിക്ക് ക്യൂ നിന്ന് ഒരു 7up മേടിച്ചു, ഒരു ശീതളപാനീയം മേടിച്ചു കുടിച്ച്. നിങ്ങളുടെ ശീതളപാനീയം കൂടി കുറച്ച് കൂടുന്നുണ്ട്, എന്നാ ചെലവ് തലക്ക് കയറുന്നത് അറിയത്തില്ല. അത് വിട്. എടാ മോനെ, നിന്റെ സ്വഭാവം എനിക്കറിയാം. എടാ ഇവക്ക് ഇച്ചിരി വില കൂടിയത് മേടിച്ചു കൊടുത്താൽ നീ വീട് തല തിരിച്ചു വെക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം ഒരു കാര്യം പറയാം. നിന്റെ 400 രൂപ അത് കുറച്ചൊന്നും അച്ഛൻ എടുക്കാൻ പറ്റിയില്ലടാ. അവിടെ 1200 രൂപ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നീ ഒന്നും ബഹളം ഉണ്ടാക്കരുത്. അച്ഛൻ 400 ആയാലും എത്ര ആയാലും ഇത് അച്ഛൻ മേടിച്ചു തന്നെയല്ലോ, എനിക്കത് മതി. ഇതെന്തു വെച്ച റെയിൻകോട്ടോ? അയ്യോ മോനെ, അത് റെയിൻകോട്ടായിരുന്നോ? അച്ഛൻ വിചാരിച്ചത് കുർത്തിയായിരിക്കും, നിനക്ക് നന്നായി ചേരുമെന്ന് അങ്ങനെ എടുത്തതാ. സാരമില്ല അച്ഛൻ, ഇത് ഞാൻ നാളെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകും. അച്ഛൻ വാങ്ങിച്ചു തന്നെയല്ലോ, ഇതിപ്പോ ഞാൻ ഇട്ടുകൊണ്ട് വരാം. എടി മോളെ, നിനക്ക് 1 രൂപയുടെ സാധനം കൂടുതൽ വാങ്ങിച്ചു തന്നാ കലിതുള്ളി പോന്നോ ഈ പോയത്? അതാ ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലോ? എന്ത് കാര്യമാ മോളെ? ഇവൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. വാ കാണിച്ചു തരാം. വാ അച്ഛാ, നോക്കച്ചാ, അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്ന റെയിൻകോട്ട് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ മോനെ? മോനെ അകത്തോട്ട് വാ, അച്ഛനൊന്ന് കാണട്ടെ. അച്ഛാ നോക്കച്ചാ. ഇതെന്റെ ഓണപരീക്ഷയുടെ പേപ്പറാണ്. ഇത് ഞാൻ പാത്തു വെച്ചാണല്ലോ. മോനെ, ഓണം പരീക്ഷയുടെ പേപ്പർ കിട്ടിട്ട് എന്താടാ അച്ഛനെ കാണിക്കാൻ? കാണിച്ചിരുന്നേ അപ്പോഴും ഒപ്പിട്ട് തരുത്തില്ലായിരുന്നോ? എന്തിനാ ഇങ്ങനെ കടന്ന് അഭിനയിച്ച? മോളെ, അച്ഛൻ ഒപ്പിട്ട് കൊടുക്കട്ടെ. ഒപ്പിടാം, വാടാ.